ചെയ്യുമ്പോൾ റിസീവിങ് പവർ കൂടും. മനസ്സിലാക്കുക. കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് ക്രിയേറ്റീവായിട്ട് ഈ ധനവിനിയോഗ ബ്ലൂ പ്രിൻറ്റ്, പണത്തെ ചെലവഴിക്കേണ്ടതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ. ഇനി കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം. ഒന്ന്, ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നോ പറയുക, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നു, ഞാൻ എങ്ങനെ നോ പറയും? ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് നോ പറയുന്നത് കള്ളമാണോ സത്യമാണോ, കള്ളം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, കള്ളം പറയാതെ എങ്ങനെ നോ പറയാം, ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് സ്പെസിഫൈ ചെയ്തു തരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. സമ്പത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ ഈ സീരീസ് ഓഫ് പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ചാനൽ നമ്മൾക്കുള്ള ചാനലാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളാണ്. നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരുടെ മണി ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ സഹായിക്കണം. അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടും ഐശ്വര്യം നിറയ്ക്കാൻ ഈ ചാനൽ കാരണമാവട്ടെ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. 5000 കവർ ചെയ്തു. എല്ലാവർക്കും നന്ദി. അടുത്ത ടാർഗറ്റ് 10000 അത് നമുക്ക് 1-2 ആഴ്ച കൊണ്ട് നമുക്ക് കവർ ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. കാരണം ചെറിയ ചെറിയ സബ്ജക്റ്റുമായി എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യമുള്ള ചാനലുകൾ പെട്ടെന്ന് തന്നെ 1 ലക്ഷം 2 ലക്ഷം രൂപ ലൈക്കിലേക്ക് പോകും. ജനങ്ങൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രാധാന്യവും മണി ബ്ലൂ